അന്വേഷണം തൃപ്തികരമല്ല. കാരണം ആരെയും ഇവരെ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തു എന്നുള്ളതല്ലാതെ വേറെ ഇതിനകത്തൊരു മുന്നോട്ട് ഒരു ഇതും നടന്നിട്ടില്ല. അമ്മേനെ അറസ്റ്റ് ചെയ്യും, അവരെ ജാമ്യത്തിൽ വിട്ടയച്ചു. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ആദ്യമേ ഞങ്ങൾ വിചാരിച്ചായിരുന്നു ഇത് തീർച്ചയായിട്ടും ഇവർ പെട്ടെന്ന് തന്നെ ഇതിന് ഉത്തരം കണ്ടെത്തും എന്നുള്ളത് ഞങ്ങൾക്കൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ അതിങ്ങനെ ദിവസങ്ങൾ കഴിയുന്നതോറും ഞങ്ങൾക്ക് മനസ്സിലായി ഇത് മുന്നോട്ട് പോകുകയില്ല. ആരുടെയൊക്കെയോ ഭീഷണി പൈസ കൊടുക്കുകയോ എന്തൊക്കെയോ ചെയ്ത് ഇവർ അവരുടെ കൂടെ പോലീസുകാർ പറഞ്ഞല്ലോ ഞങ്ങൾ ഇതിനിടപെടും, നിങ്ങളൊന്നും പേടിക്കണ്ട. അപ്പം ഞങ്ങളും ഓർത്തു, എൻ്റെ അനിയത്തിയാണ്, ഞങ്ങളും ഓർത്തു തീർച്ചയായിട്ടും ഇതിനൊരു മുന്നോട്ട് അവരെ എന്തെങ്കിലും ഒരു അറസ്റ്റ് ചെയ്യുമെന്നുള്ളത്. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ യാതൊരു തെളിവും അവർ ശേഖരിക്കുന്നില്ല, ആരെ അറസ്റ്റ് ചെയ്യുന്നില്ല, ആരെ ചോദ്യം ചെയ്യുന്നില്ല. ഇങ്ങേറ്റം വേലക്കാരത്തിനെ പോലും ഒന്ന് ചോദ്യം ചെയ്തില്ല. ഏത് വീട്ടിൽ എന്ത് സംഭവം ഉണ്ടായാലും അവിടുത്തെ വേലക്കാരത്തിനെ ചോദ്യം ചെയ്യും. അതൊന്നുമില്ല. അപ്പോൾ പിന്നെ എന്ത് ഞങ്ങൾ വിശ്വസിക്കും? എന്തായാലും ഒരു നീതി വേണമല്ലോ, ഏത് കാര്യത്തിനും ഒരവസാനം വേണമല്ലോ. ഈ മരിക്കുന്നതിന് മുമ്പ് വരെയും നിങ്ങളൊക്കെ ആയിട്ട് കോൺടാക്റ്റ് ഉണ്ടായിരുന്നു ജിസ്മ? ഞങ്ങൾ എൻ്റെ അനിയത്തിയല്ലേ, അവർ വിളിക്കും. ആങ്ങളുടെ കല്യാണം ഉണ്ടായിരുന്നു, ഞങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് അവരുടെ വീട്ടിലെല്ലാവരും പോയി, പിള്ളേരും എല്ലാമായിട്ട്. അവളുടെ ഇളയ മോളും എൻ്റെ മോളുടെ മോളും ഒരേ ദിവസം, അതായത് 13-ാം തീയതി ഫെബ്രുവരി 13-നുണ്ടായത്. ഇവള് എൻ്റെ മോള് രാവിലെ പ്രസവിച്ചു, അവളൊരു 11:30 ആയപ്പോൾ ആ കൊച്ചിനെ പ്രസവിച്ചു. 1 വയസ്സേ ആ കൊച്ചിനുള്ളൂ. അപ്പോൾ ഞങ്ങൾ പറയും ബർത്ത്ഡേ ഒക്കെ ഒന്നിച്ച് ആഘോഷിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അത്രയും സ്നേഹമായിട്ട്. അപ്പോൾ കൊച്ചുണ്ടായി കഴിഞ്ഞാൽ കൊച്ചുണ്ടായി അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും കാര്യങ്ങളും വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ആ മോളെ കാണുമ്പോഴത്തേനും എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം ആ കൊച്ച് നടക്കുന്ന രീതിയിൽ അവളും നടക്കേണ്ടതല്ലേ. അത് ഞങ്ങൾക്ക് ഭയങ്കര വിഷമമാണ്. കാരണം ഒരേ ദിവസം ഉണ്ടായ കൊച്ച്, ബർത്ത്ഡേ ആണേലും നമുക്കൊന്നിച്ച് ആഘോഷിക്കണം, അപ്പം നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങനെയൊക്കെ പറയുമായിരുന്നു. പക്ഷേ അവരുടെ വീട്ടിലെ സാഹചര്യം ഇതാണെന്നും അവൾ ഒരിക്കലും ഞങ്ങളോട് പറഞ്ഞിട്ടില്ലായിരുന്നു. ഒരു സമയത്ത് എന്തെങ്കിലും ഫാമിലി ഫംഗ്ഷനൊക്കെ വരുമ്പോഴാണെങ്കിലും എന്തെങ്കിലും വിഷമമുള്ളതായിട്ട് ഒന്നും നിങ്ങളോടൊന്നും പറഞ്ഞില്ല? ഞങ്ങളാണേലും കല്യാണത്തിന് വന്നു, എല്ലാവരും കൂടെ കൂടി ആഘോഷിച്ചു. ഭയങ്കര സന്തോഷമായിരുന്നു, എല്ലാവരുടെ പാട്ടും അങ്ങനെയൊക്കെ പാടാൻ ഞങ്ങളുടെ രീതി അതാണല്ലോ. അപ്പോൾ അതെല്ലാം ചെയ്തിട്ടും അങ്ങനെ ഒരു വിഷമം ഉണ്ടെന്നോ അല്ല ഒരു ബുദ്ധിമുട്ടാണെന്നോ ഞങ്ങളെല്ലാവരും ഇരുന്ന് രാത്രിയിലൊക്കെ ഇരുന്ന് സംസാരിച്ചിട്ടും അവളങ്ങനെ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല.